നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സി പരിക്കേറ്റ് പുറത്തുപോയ മത്സരം, പക്ഷെ അങ്ങനെ പോകും മുമ്പ് ടീമിനെ പുറകിൽ നിന്ന് തിരികെ വരാൻ വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത്. 2 അസിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ വക, അദ്ദേഹത്തിൻ്റെ കട്ടച്ചങ്ക് ലൂയിസ് സുവാരസിൻ്റെ വക ഹാട്രിക്ക്. അങ്ങനെ 10 ഗോളുകൾ പിറന്ന മത്സരം 6-4 ഇന്റർ മയാമി ജയിച്ചിരിക്കുന്നു. ഫിലാഡൽഫിയ യൂണിയൻ 6-4 തോൽപ്പിക്കുന്നു. ജർമ്മൻ ബേർട്രയും ഇരട്ട ഗോളുകൾ, ലൂയിസ് സുവാരസിൻ്റെ വക ഹാട്രിക്ക്, റോദ്രിഗോ ഡീബോളും ഗോളടിച്ചു. മറുഭാഗത്ത് ഇലോസ്കിയുടെ ഹാട്രിക്കാണ് ഫിലാഡൽഫിയയ്ക്ക് ശക്തി പകർന്നത്. ഡമിയാനി ഒരു ഗോളും കണ്ടെത്തി. മത്സരം മയാമിയുടെ മൈതാനത്ത് വേൾഡ് കപ്പിന് മുമ്പുള്ള ഇന്റർ മയാമിയുടെ അവസാന മത്സരമാണ്. ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ജർമ്മൻ ബേർട്രയും ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. പക്ഷേ കളിയുടെ തുടക്കത്തിൽ തന്നെ ഗോളടിച്ചുകൊണ്ട് ഫിലാഡൽഫിയ ശരിക്കും ഇന്റർ മയാമിയെ ഞെട്ടിക്കുകയായിരുന്നു. കളിയുടെ 2ാമത്തെ മിനിറ്റിൽ തന്നെ അവരുടെ ഗോൾ വന്നു. അവർക്ക് വേണ്ടി ഇലോസ്കി പന്ത് വലയിലേക്ക് എത്തിച്ചു. തുടർന്ന് 10ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഇലോസ്കി 2ാമത്തെ ഗോളും കണ്ടെത്തിയപ്പോൾ ആദ്യ 10 മിനിറ്റിൽ തന്നെ മയാമി 2 ഗോളുകൾക്ക് പുറവിൽ. മെസ്സി വെറുതെ നിൽക്കുമോ? മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് ജർമ്മൻ ബെർട്രൈമിലൂടെ 13ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ മടക്കി ഇന്റർ മയാമി. പക്ഷേ ഫിലാഡൽഫിയ വിടാൻ ഭാവമുണ്ടായിരുന്നില്ല. ഡബിയാനിയിലൂടെ 20ാമത്തെ മിനിറ്റിൽ അവർ ലീഡ് 3-1 എന്ന രൂപത്തിലേക്ക് മാറ്റി. 29ാമത്തെ മിനിറ്റിൽ ഫ്രൈഡ് അസിസ്റ്റിന് ലൂയിസ് സുവാരസ് തൻ്റെ ആദ്യ ഗോൾ കണ്ടെത്തിയതോടുകൂടി മയാമി വീണ്ടും തിരിച്ചുവരവിൻ്റെ പാതയിലായി. 42ാമത്തെ മിനിറ്റിൽ ലിയോ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് ജർമ്മൻ ബേർട്രൈം സ്കോർ ലൈൻ 3-3 എന്ന നിലയിലേക്ക് മാറ്റി. തൊട്ടു പിന്നാലെ ലൂയിസ് സുവാരസ് അടുത്ത ഗോൾ അടിച്ചപ്പോൾ 4-3 എന്ന രൂപത്തിലേക്ക് കളി മാറി. പക്ഷേ അവസാന ഘട്ടത്തിൽ വീണ്ടും പെനാൽറ്റി ഗോൾ അടിച്ചുകൊണ്ട് ഇലോസ്കി ഇടവേള സമയത്ത് 4-4 എന്ന രൂപത്തിലേക്ക് കളി മാറ്റിയിരുന്നു. 2ാം പകുതിയിലാണ് മയാമി വിജയത്തിലേക്ക് പോകുന്ന ഗോളുകൾ നേടുന്നത്. പക്ഷേ അതിനു മുമ്പ് അവർക്ക് ആശങ്കയായിക്കൊണ്ട് 73ാമത്തെ മിനിറ്റിൽ ലയണൽ മെസ്സി പരിക്കേറ്റ് പിൻവാങ്ങി. പകരം സിൽവറ്റിയെ അവർ കളിക്കളത്തിലേക്ക് വിട്ടു. എങ്കിലും 81ാമത്തെ മിനിറ്റിൽ ജർമ്മൻ ബെർട്രൈമിൻ്റെ അസിസ്റ്റിൽ നിന്ന് ലൂയിസ് സുവാരസിൻ്റെ ഗോൾ പിറക്കുന്നു. ഇന്റർ മയാമി വിജയം ഉറപ്പിക്കുന്നു. ഒടുവിൽ സിൽവറ്റിയുടെ അസിസ്റ്റിൽ നിന്ന് റോദ്രിഗോ ഡീബോളിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ 6-4 വിജയം ഇന്റർ മയാമി സ്വന്തമാക്കി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.